കൈയൊക്കെ ഇങ്ങനെ പൊക്കി വിക്ടറി ഒക്കെ കാണിച്ച തുടക്കം തന്നെ ഒരു എനർജി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ആ ക്ലിപ്പ് തന്നെ ആദ്യം കാണിച്ചത്. നമ്മൾ ബജറ്റ് ടൂറിസ്റ്റിൻ്റെ ബേസിൽ പിന്നെയും ഒരു ട്രിപ്പ് പോയി. എങ്ങോട്ടാന്ന് കേട്ടോ. മലക്കപ്പാറ യാത്രയിൽ എന്താണ് കാണാനുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ യാത്രയിലുള്ളത് ആതിരപ്പള്ളി വാട്ടർഫോൾ ഉണ്ട്, വാഴച്ചാലുണ്ട്. പിന്നീട് നമുക്കുള്ളത് മലക്കപ്പാറയിലേക്ക് കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഒരു 3 മണിക്കൂറോളം കാട്ടിലൂടെയുള്ള യാത്ര. ആ യാത്രക്കിടയിൽ ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ കണ്ടാൽ അതൊരു അതിരപ്പള്ളി വാഴച്ചാൽ വഴി മലക്കപ്പാറയ്ക്കാണ് നമ്മൾ ട്രിപ്പ് പോയത്. ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പാണ് ബജറ്റ് ടൂറിസത്തിൻ്റെ ബേസിൽ. വൈക്കം ഡിപ്പോ എന്നാണ് നമ്മൾ പോയത്. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പനി അടിച്ചു ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇഗ്നോർ ചെയ്തേക്ക്. ഫുഡൊക്കെ കഴിച്ചിട്ട് അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴി കണ്ട ഒരു സ്പോട്ടാണ്. ഇവിടെയാണ് ഫസ്റ്റ് ബസ് നിർത്തിയത് നമുക്ക് കാണാനായിട്ട്. ഇതെന്തോ ഒരു പാം ഫോറസ്റ്റോ അതിൻ്റെയൊക്കെ അടുത്ത് എന്തോ ഒരു സംഭവം, എക്സാക്റ്റ് പേര് ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഇത് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴി ഒരു അരുവി പുഴ അത് കണ്ടപ്പോഴത്തേക്ക് നിർത്തിയതാണ്. ഇത് ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്, ഏതാണെന്ന് ചോദിച്ചോ. കൂടെ ചാടിക്കോളൂ. അവിടെ തന്നെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയ ആൾക്കാരെല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫണ്ണി വോയിസ് ആയിട്ട് എനിക്ക് തോന്നിയോണ്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു സ്ഥലം കാണാനായിട്ട്. മലയും വെള്ളവും ഒക്കെ ആയിട്ട് നമുക്കൊരു റിലീഫ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാനാണെങ്കിൽ കുറേ ആയി ട്രിപ്പ് പോയിട്ട്, അപ്പം അങ്ങനെ പോയ ട്രിപ്പ് ആയതുകൊണ്ട് ഫസ്റ്റ് ഒരു ലൊക്കേഷൻ തന്നെ ഇങ്ങനെ ആയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിരപ്പള്ളിക്കാണ് പോയത്. അതിരപ്പള്ളിയിൽ ചെന്ന് പൊക്കത്തു നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിരുന്നു. ഗൈസ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3ാമത്തെ പ്രാവശ്യമോ 2ാമത്തെ പ്രാവശ്യമോ എന്തോ ആണ് അതിരപ്പള്ളിയിൽ വരുന്നത്. പക്ഷേ ഇങ്ങനൊരു വ്യൂ ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴവില്ല് എപ്പോഴും ഉണ്ടാവും അവിടെ, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഈ അതിരപ്പള്ളി പൊക്കത്ത് നിന്ന് ഈ ഒരു വാട്ടർഫോൾ കാണുമ്പോഴത്തേക്കും ആ മഴവില്ല് കാണുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പോയ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂവും അതുപോലെ തിരിച്ച് നമ്മൾ വന്നപ്പം മലക്കപ്പാറയിൽ ആനേനെ കണ്ടു, അതുമാണ് കേട്ടോ. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. താഴെ നിന്ന് ഉള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല തണുപ്പും ആ വെള്ളമൊക്കെ മേത്തേക്ക് വീഴുമ്പോഴത്തേക്കും ഭയങ്കര റിലാക്സിങ് ആയിരുന്നേ. എന്താണെന്ന് വെച്ചാൽ ഈ പൊക്കത്തു നിന്ന് കുറച്ച് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരണമല്ലോ നമുക്ക് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്, താഴത്തെ വ്യൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. നല്ല കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് ക്ഷീണിച്ചിട്ട് അവിടെ വന്ന് നിന്ന് കുറച്ച് ആ കാറ്റൊക്കെ കൊള്ളുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നേ. അങ്ങനെ അവിടെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അതൊക്കെ കണ്ട് നടന്നു എന്നല്ലാതെ കഴിക്കാനുള്ള 1-2 സാധനങ്ങൾ മാത്രം വാങ്ങി. അടിപൊളിയായിരുന്നേ. ആ പൊക്കത്ത് പോയിട്ട് ചുമ്മാ വെയിൽ കൊണ്ട് ആ വ്യൂ കണ്ടിട്ട് പോന്നിരുന്നെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. താഴെ പോയില്ലായിരുന്നെങ്കിൽ മിസ് ചെയ്തേനെ. അങ്ങനെ ഞങ്ങൾ പിന്നെ ദേ വാഴച്ചാലിലേക്ക് പോയി. എല്ലാം ബസ്സിൽ തന്നെയാണ് കേട്ടോ. ഇൻ ബിറ്റ്വീൻ ബസ്സിൽ പാട്ടുണ്ടായിരുന്നു, ആൾക്കാർ പാട്ട് പാടുന്നുണ്ടായിരുന്നു, എല്ലാവരും വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അധികം വീഡിയോ വലുതാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ സിമ്പിൾ കാര്യങ്ങൾ കാണിച്ചു പോകുന്നത് കേട്ടോ. 2 സ്ഥലത്തും കുരങ്ങന്മാരുണ്ടായിരുന്നു. ഐസ്ക്രീം അത് ബോട്ടിൽസൊക്കെ വലിച്ചു പിടിച്ച് പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇതാണ് വാഴച്ചാൽ. ഇവിടെ നമ്മൾ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലക്കപ്പാറയിലേക്ക് നമുക്ക് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ടിറങ്ങുക ചെയ്തേ. വാഴച്ചാലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാമ്പുവിൻ്റെ ബ്രിഡ്ജാണ് കേട്ടോ. അടിയിൽ വെള്ളമൊന്നും പോകുന്നില്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നടക്കാനും നല്ല രസമുണ്ട്. ഒരു ടക്ക് ടക്ക് എന്നുള്ള സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. വാഴച്ചാലിൽ എന്തിഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ ഈ ഒരു ബാമ്പുവിൻ്റെ ബ്രിഡ്ജാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതുവഴി നടന്ന് കുറേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ പുറകിൽ തന്നെയുള്ളൊരു ഹോട്ടലിലാണ് KSRTC നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴത്തേക്കും ബിരിയാണിയൊക്കെ നല്ലത് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് അടിപൊളി ബിരിയാണി ആയിരുന്നു, മുട്ടയുണ്ടായിരുന്നു. പുറത്തേക്കൊക്കെ പോകുമ്പോൾ മുട്ടയൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പാടാണല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ മലക്കപ്പാറയിലോട്ട് യാത്ര തിരിച്ചു. മലക്കപ്പാറയിൽ പോകണമെന്ന് കുറേ കാലങ്ങളുമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ഈ ബജറ്റ് ടൂറിസ്റ്റിൻ്റെ ഒരു മെയിൻ ചേട്ടനുണ്ട്, ശ്യാം എന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടന് ഞാൻ ഈ വീഡിയോ കാണുവാണെങ്കിൽ സ്പെഷ്യൽ താങ്ക്സ് പറയുക. ആ ചേട്ടനോട് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചൊരു ട്രിപ്പാണിത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ട്രിപ്പുകളും വർക്കിംഗ് ഡേയ്സിലാണ് വരാറ്. അപ്പം സൺഡേ നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പോകണമെങ്കിൽ സൺഡേ ട്രിപ്പ് വേണമല്ലോ. അപ്പം നമ്മൾ ചോദിച്ച് നമ്മുടെ ഒരു ഡേറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ചേട്ടൻ ഈ ട്രിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്തത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും വക ഒരു ബിഗ് താങ്ക്സ് ആ ചേട്ടൻ ഞാൻ പറയുവാണ്.
അങ്ങനെ നമ്മൾ പിന്നെ നേരെ മലക്കപ്പാറ പോയി. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഫോറസ്റ്റിൽ നമുക്ക് പ്രത്യേകിച്ച് ആനയൊന്നും കാണാൻ പറ്റിയില്ല. മയിലെന്തോ കണ്ടതെന്ന് തോന്നണേ, നമ്മൾ കണ്ടില്ല, കൂടെ ഉണ്ടായിരുന്നവർ കണ്ടു. ഇത്തവണത്തെ ട്രിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് ഇത്തവണ ഒരു ചേച്ചിയാണ് നമ്മുടെ കണ്ടക്ടറായിട്ട് കിട്ടിയത്, നമ്മുടെ കമ്പാനിയനായിട്ട് കിട്ടിയത്. ഡ്രൈവർ ചേട്ടനും കുറേ സ്ട്രഗിൾ ചെയ്തു കേട്ടോ, ആ വഴി ഭയങ്കര ഇടുങ്ങിയ വഴിയായതുകൊണ്ട് വണ്ടി ഓടിക്കാൻ. പിന്നെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കോട കിട്ടി. മലക്കപ്പാറ പോകുമ്പോൾ കോട കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്തോ നമ്മുടെ ട്രിപ്പ് ബ്ലെസ്ഡ് ആയിരുന്നു, കോട കിട്ടി. അതേപോലെ നമ്മൾ ആനയെ കണ്ടു. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും, ഞാനൊക്കെ പകുതി ഉറക്കത്തിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ആനയെ കണ്ട് ദേ ആന എന്ന് പറയുന്നത്. അപ്പോൾ ചാടിയെടുത്ത് വലിയ ക്ലാരിറ്റി ഒന്നുമില്ലാതെ ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ എന്തായാലും ആഡ് ചെയ്യാവേ. ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു കൊമ്പനല്ല ഒറ്റയാനും ഉണ്ടായിരുന്നു, കുഞ്ഞാണേ, കൊമ്പൊന്നും വരാറായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ ഇനി പോകുന്നത് ഷോളയാർ ഡാമിലേക്കാണ് കേട്ടോ. അതിൽ ഈ ലോവർ ഷോളയാർ നമ്മുടെ കേരളത്തിലും അപ്പർ ഷോളയാർ തമിഴ്നാട്ടിലുമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഷോളയാർ ഡാം നമ്മളെ കാണിച്ചില്ല, എന്താണെന്നറിയില്ല, അവിടെ പെർമിഷൻ വേണം. പക്ഷെ നമ്മൾ അപ്പർ ഷോളയാർ, അതായത് തമിഴ്നാട്ടിലുള്ള ഷോളയാർ നമ്മളെ കാണിക്കും, നമുക്ക് അവിടെ കയറാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ദേ ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ ഇട്ട ഷോർട്സിൽ പറഞ്ഞത്, ഞാനിപ്പോൾ ഈ കഴിക്കുന്ന ബ്രെഡ് ഓംലെറ്റ് ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് കഴിക്കുന്നതെന്ന്. അതെ, നമ്മൾ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു അപ്പർ ഷോളയാർ ഡാം. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പം നമ്മൾ 2 സ്റ്റേറ്റ് ഒരു ദിവസം കടന്നു ഗൈസ്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് ഒരു ബ്രെഡ് ഓംലെറ്റും അതേപോലെ കോണും ഒക്കെ കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ടീമിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയപ്പോഴത്തേക്കും കുറേ പ്രായമായിട്ടുള്ള അമ്മമാർ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ട്രാവൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ, അതുപോലെ പിന്നെ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ യാത്രയും ഡിഫറെൻ്റ് ആണെന്ന് പറയുന്ന പോലെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു ഇവിടെ കിട്ടിയത്, ഇവിടെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഓരോ ട്രിപ്പും ഓരോ എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. അങ്ങനെ അവിടെ കഴിഞ്ഞ് പിന്നെ ചേച്ചിമാരൊക്കെ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്തവണ ഡാൻസ് ഇരുന്ന് തന്നെയാണ് കളിച്ചത്, ഇരുന്ന് കളിച്ചു, അവർ കളിച്ചത് നമ്മൾ എൻജോയ് ചെയ്തു. അതൊക്കെയായിരുന്നു ഇത്തവണത്തെ ട്രിപ്പിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ ട്രിപ്പിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കാണണം കേട്ടോ. പിന്നെ നമ്മൾ പോയ വഴിയൊക്കെ നമ്മുടെ ബസ് വലുതായത് കൊണ്ടും വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് കൊണ്ടും നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. മലക്കപ്പാറ റൂട്ടിലുള്ള ബ്ലോക്ക് ഒന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നതല്ലാണ്ട് നേരിട്ട് കാണുന്ന ഇപ്പോഴാട്ടോ എൻ്റെ പൊന്നെ, നല്ല ബ്ലോക്കാണ്. വണ്ടിയൊക്കെ ചിലപ്പം ഫോറസ്റ്റിലെ റോഡായതുകൊണ്ടായിരിക്കും എല്ലാവരും പാഞ്ഞാണ് വരുന്നത്. ഹോൺ അടിച്ചാൽ പോലും വണ്ടിയുടെ മുന്നിൽ വന്നൊക്കെയാണ് ബ്രേക്ക് പിടിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ വീഡിയോസിൽ കാണാറുണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഒരു വൈബ് മോഡായിരുന്നു. എന്നാലും ഭയങ്കര പാടാണ്, എങ്ങാനും കുറച്ച് സ്പേസൊക്കെ ഇല്ലാതെ വന്നാൽ പാടല്ലേ. പിന്നെ ഈ ഒരു സ്കൈ സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ നീലാകാശമാണോ റോസാകാശമാണോ എനിക്കറിയില്ല, ഇതിനെന്തോ ഒരു പേര് പറയും, അടിപൊളിയായിരുന്നു. നമ്മുടെ ഇവിടെയൊന്നും ഇങ്ങനെ ഈ ആകാശത്തിന് ഇങ്ങനത്തെ കളറൊന്നും വരാറില്ല. പിന്നെ നമ്മുടെ ആനക്കുട്ടന്മാരെ കണ്ടോ, ഞാൻ ഉറക്കത്തിൽ നിന്ന് പോയിട്ടാണ്. ഒരു അച്ഛൻ അമ്മ മോൻ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരു കുഞ്ഞാനയെ കണ്ടു, ഒറ്റയ്ക്ക് വന്നേക്കുന്നതാണ്, ഒറ്റയാനാണ്. തിരിച്ച് പോകുന്ന വഴി കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ടാറ്റയൊക്കെ ഞാൻ പറയുമ്പം കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്, ഇപ്പോൾ കാണിക്കുവേ, നോക്കിക്കോ, കണ്ടോ, കൈയൊക്കെ പൊക്കി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ യാത്രയിൽ നിങ്ങളോട് എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ വീഡിയോ 2 ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോറി, എൻ്റെ കുറച്ച് കാര്യങ്ങൾ മൂലം പിന്നെ കുറച്ച് മടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പം ബഡ്ജറ്റ് ടൂറിസം പോകാത്തവർ പോവുക. KSRTCയിൽ ട്രിപ്പ് അഫോർഡബിൾ ആയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെറിയ എമൗണ്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.